ക്ലാസ് 9 ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2025 പുതിയ സിലബസ് പ്രകാരമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഓൾഡ് സിലബസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദി ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ഈസ് 25. വാട്ട് ഈസ് ദി മീൻ ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പേഴ്സിൻ്റെ മീന് കാണാനാണ്. മീന് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് 25 ആണ്. അപ്പോൾ സമ്മ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഓഡ് നമ്പറിലെ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടല്ലേ, 25 ബൈ 5 ആണല്ലേ. 25 എത്ര 5 ഉണ്ട്? 5 5 25. അപ്പം മീന് കാണാൻ അല്ലേ, ടോട്ടൽ നമ്പർ ബൈ എത്ര നമ്പർ ഉണ്ട്? എത്ര ഓഡ് നമ്പറാണ്? 5 ആണ് അല്ലേ. 5 ഓഡ് നമ്പേഴ്സ് ആണുള്ളത്. സം ഓഫ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ്. ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ഏതാണ്? ആദ്യം തുടങ്ങുന്നത് 1 ആണ് അല്ലേ. 1 3 5 7 9 ആണ് ഫസ്റ്റത്തെ 5 ഓഡ് നമ്പേഴ്സ് അല്ലേ, ഒറ്റ സംഖ്യകൾ അല്ലേ. ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണല്ലേ. ഫസ്റ്റ് നമ്പർ ഓഡ് നമ്പർ ആണ്, ദെൻ ഈവൻ, ദെൻ ഓഡ് നമ്പർ, ദെൻ ഈവൻ നമ്പർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് ഇതാണ്. ഇതിൻ്റെ ടോട്ടൽ സമ്മ് ഇവിടെ തന്നിട്ടുണ്ട് 25 അല്ലേ. ഇതെല്ലാം കൂട്ടുമ്പോൾ 25 ആണ് കിട്ടുക. 1 + 3 + 5 + 7 + 9 അല്ലേ, 25 ആണ്. 25 ബൈ എത്ര ഓഡ് നമ്പറാണുള്ളത്? 5 നമ്പേഴ്സാണ്. 25 ബൈ 5. 25 ബൈ 5 എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇതിൻ്റെ മീൻ ഏതാണ്? 5 ആണ്. ഈ സെൻറ്ററിലുള്ള 5 അല്ലേ. ഓക്കെ, വാട്ട് ഈസ് ദി മീൻ ഓഫ് ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ്? ഇനി ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഇടയിലുള്ള? 2 4 അല്ലേ. ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് അല്ലേ, ഇതല്ലാത്തത്? 2 4 6 8 10 അല്ലേ, 5 എണ്ണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം സമ്മ് എത്രയാണ്? ആകെ തുക. അത് ഡിവൈഡഡ് ബൈ ഇത് എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 10 8 18 19 20 26 27 28 29 30 അല്ലേ. 30 എന്ന് കിട്ടും ഇതിൻ്റെ ടോട്ടൽ സമ്മ് അല്ലേ. സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ. 5 ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ 30 ബൈ 5 എത്രയാണ്? 6 ആണല്ലേ. 6 5 ആണ് 30. അപ്പം 6 ഈവൻ നമ്പേഴ്സ്, 6 ഈവൻ നമ്പേഴ്സാണുള്ളത്. അപ്പോൾ 6 ഈവൻ നമ്പേഴ്സും 5 ഓഡ് നമ്പേഴ്സും ഫസ്റ്റ് ഉള്ളത് നമുക്ക് കിട്ടി. മീന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ എ സ്ക്വയർ ഈസ് സ്കെയിൽഡ് ബോത്ത് ഇറ്റ്സ് സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ചേഞ്ച്. If D stands for diagonal and A for side, then write D in terms of A. അല്ലേ, D എന്താണ്? നമ്മുടെ ഡയഗണലാണ്. എ എന്താണ്? സൈഡ്, ആ സ്ക്വയറിൻ്റെ സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിയും എയും തമ്മിലുള്ള കണക്ഷനുള്ള ഇക്വേഷൻ ഉണ്ടല്ലേ, D = √2A. D = √2A എന്നുള്ള ഇക്വേഷൻ, ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ അല്ലേ. D in terms of A, എൻ്റെ ടേംസിൽ D ഉള്ള അല്ലേ, ആ ഇക്വേഷൻ എന്താണ്? D = √2A. ഇവിടെ D എന്താണ്? ഡയഗണലും A എന്താണ്? അതിൻ്റെ സൈഡും, സ്ക്വയറിൻ്റെ സൈഡുമാണ്. അപ്പോൾ ഡിയും എയും തമ്മിൽ എന്താണ് കണക്ഷൻ? ബി ക്വസ്റ്റ്യൻ, ആർ ദേ പ്രൊപ്പോർഷണൽ? ഇത് പ്രൊപ്പോർഷണൽ ആണല്ലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇഫ് സോ, വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഏതാണ്? ഈ സംഖ്യയാണല്ലേ, ഈ നമ്പറാണ്. √2 എന്നുള്ള നമ്പറാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അല്ലേ, ഇവിടെയുള്ള സംഖ്യ അല്ലേ. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് ചേഞ്ച് ആവുന്നില്ല അല്ലേ. നമ്മുടെ ഡയഗണൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സ്ക്വയറിൻ്റെ സൈഡും ചേഞ്ച് ആവുന്നുണ്ട്. ഇതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് ഡയറക്റ്റായിട്ട് ഇതിനനുസരിച്ച് ഇതും ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ √2 എന്നുള്ള ഈ നമ്പർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ആവുന്നില്ല. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഇവിടെയുള്ള ഈ നമ്പർ √2 ആണ്. ആർ ദേ പ്രൊപ്പോർഷണൽ എന്ന് ചോദിച്ചാൽ യെസ് അല്ലേ, പ്രൊപ്പോർഷണൽ ആണ്. വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? √2. തേർഡ് ക്വസ്റ്റ്യൻ, ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഈസ് ഗിവൺ ബിലോ. ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പോളിനോമിയൽ. ഇത് ഏതാണ് പോളിനോമിയൽ? P(x) = ഏതാണ് ഇവിടെ ഉള്ളത്? X ആണല്ലേ. P(x) = X എന്നുള്ള പോളിനോമിയലാണ്. വാട്ട് ഈസ് P(2)? P(2) കാണാൻ എന്താണ്? ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുക അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പറും ആവാം. അപ്പോൾ X 2 ആവുമ്പോൾ ഇവിടെ എന്താ? P(x) എന്താവും? 2 ആവും അല്ലേ. ഇവിടെ X 3 ആവുമ്പോൾ P(x) 3 ആവും അല്ലേ. എക്സിൻ്റെ പകരം എന്താണ് കാണാൻ പറഞ്ഞത്? ആ സംഖ്യ കൊടുക്കുക അല്ലേ. P(15) ആണെങ്കിൽ P(15) എന്താവും? 15 ആവും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബേസ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പ്രിസം ഈസ് 12 cm, ഹൈറ്റ് 10 cm. വാട്ട് ഈസ് ദി ലാറ്ററൽ ഏരിയ? ഫൈൻഡ് ദി വോളിയം ഓഫ് ദി പ്രിസം. ദി പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ബേസ് ഈസ് 12 cm അല്ലേ. സിൻസ് എ സ്ക്വയർ ഹാസ് 4 ഈക്വൽ സൈഡ്സ്. ഒരു സ്ക്വയറിന്, സമചതുരത്തിന് 4 ഈക്വൽ സൈഡ്സ് ആണുള്ളത്. വി ക്യാൻ ഫൈൻഡ് ദി സൈഡ് ലെങ്ത് ബൈ ഡിവൈഡിങ് ദി പെരിമീറ്റർ ബൈ 4 അല്ലേ. നമുക്ക് സൈഡ് ലെങ്ത് കാണണം വേണ്ടേ. സൈഡ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ലാറ്ററൽ ഏരിയ. അപ്പോൾ സൈഡ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് എന്താണ്? സൈഡിലുള്ള ആ ലെങ്ത് കാണണം. അപ്പോൾ അതിന് നമുക്ക് പെരിമീറ്റർ ബൈ 4 ചെയ്താൽ മതി അല്ലേ. ഒരു സ്ക്വയറിന് 4 ഈക്വൽ സൈഡ്സ് ആണുള്ളത്. അപ്പോൾ സൈഡ് ലെങ്ത് കാണാൻ പെരിമീറ്റർ ബൈ 4 അല്ലേ. പെരിമീറ്റർ എത്രയാണ്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. 12 ബൈ 4 എത്രയാണ്? 3 cm. നമുക്ക് സൈഡ് ലെങ്ത് 3 cm എന്ന് കിട്ടി. സൈഡ് ലെങ്ത് കിട്ടിയാൽ എന്താണ്? ലാറ്ററൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4 × സൈഡ് ലെങ്ത് × ഹൈറ്റ് അല്ലേ.
അല്ലേ? പ്രിസത്തിന് എന്താണ് സ്ക്വയർ ബേസ് ആണുള്ളത് അല്ലേ ഒരു പ്രിസത്തിന്. അതുകൊണ്ട് തന്നെ 4 റെക്ടാങ്കുലർ സൈഡ്സ് ഉണ്ട്, അതിന് 4 സൈഡുകളുണ്ട്. ദി ഏരിയ ഓഫ് ഈച്ച് സൈഡ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി സൈഡ് ലെങ്ത് ആൻഡ് ദി ഹൈറ്റ് അല്ലേ? ഓരോ സൈഡ് 4 സൈഡ് ഉണ്ട്, ഓരോ സൈഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അങ്ങനത്തെ 4 സൈഡുകളുണ്ട്. അതുകൊണ്ട് ലാറ്ററൽ ഏരിയ എന്താണ്? 4 ഇൻറ്റു സൈഡ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. 4 ഇൻറ്റു സൈഡ് ലെങ്ത് എന്താണ്? 3 ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അല്ലേ? സൈഡ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 10 ആണ് അല്ലേ? 4 3 12 ഇൻറ്റു 10 എത്രയാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി മെത്തേഡ് നമ്മൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. 12 ഇൻറ്റു 1 12, പിന്നെ എത്ര 0 ഉണ്ട്? ഒരു 0. അപ്പോൾ 120 എന്ന് കിട്ടി. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 120 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ലാറ്ററൽ ഏരിയ കിട്ടി. ഇനി ഫൈൻഡ് ദി വോളിയം ഓഫ് ദി പ്രിസം. പ്രിസത്തിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? സൈഡ് ലെങ്ത് സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് ഏരിയ എന്താണ്? സൈഡ് ലെങ്ത്തിലെ 4 സൈഡുകളുണ്ട്. അപ്പോൾ സൈഡ് ലെങ്ത് സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. സൈഡ് ലെങ്ത് എന്താണ്? 3 ആണ്. 3 സ്ക്വയർ ഇൻറ്റു 10. 3 സ്ക്വയർ എന്താണ്? 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9 ഇൻറ്റു 10 എന്ത് വരും? 90 അല്ലേ? 90 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ വോളിയം എന്ത് കിട്ടി? 90 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നും കിട്ടി. 5th question. 1/3 of the sum of two numbers is 14. Half of their difference is 4. Question A. Write the equations using the above facts. അല്ലേ? ഈ തന്നിരിക്കുന്ന ഫാക്ട്സ് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻ? നമുക്ക് 2 ഇക്വേഷൻ, 2 ഹിൻസ് തന്നിട്ടുണ്ട്. 1/3 ഓഫ് ദി സം ഓഫ് 2 നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. 2 നമ്പേഴ്സിൻ്റെ സം, എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ, വൈ എന്ന് പറഞ്ഞ വേറൊരു നമ്പർ, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിലെ തുക എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അതെന്താണ് തന്നിട്ടുണ്ട്? 14 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതൊന്ന് എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചാൽ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ? ഇക്വേഷൻസ് 2 ഇക്വേഷൻ ഇവിടെ 2 ഹിൻസ് തന്നിട്ടുണ്ട്. 2 ഫാക്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഹാഫ് ഓഫ് ദർ ഡിഫറൻസ് ഈസ് 4 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫാക്ട് കൂടി തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. ദർ ഡിഫറൻസിൻ്റെ ഹാഫാണ്, അതായത് എക്സ് മൈനസ് വൈ അല്ലേ? സം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ, ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ. അതെത്രയാണ്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ 2 കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അല്ലേ? ഈ ഫാക്ട്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ 2 ഇക്വേഷൻ ഇതാണ്. അത് 1/3 ഓഫ് എക്സ് പ്ലസ് വൈ സം ഓഫ് 2 നമ്പേഴ്സ്. അതിൻ്റെ ഡിഫറൻസ് 1/2 ഓഫ് അതിൻ്റെ ഡിഫറൻസ്, 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. ഇത് ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ? ഒന്ന് റെഡിയാക്കിയിട്ട്. അതായത് ഈ എക്സ് പ്ലസ് വൈ കിട്ടാനില്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താം അല്ലേ? ഈ 1/3 ഈക്വൽ പാർട്ടിൻ്റെ ആ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 3 ആവും അല്ലേ? ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഈക്വൽ പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇവിടേക്ക് എതിർവശത്തേക്ക് പോകുമ്പോൾ 3 ആവും അല്ലേ? സൈനുകൾ ചേഞ്ച് ചെയ്യും. നമുക്ക് ഈ എക്സ് പ്ലസ് വൈ കിട്ടാൻ എന്താണ്? ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 3 ആവും. അതായത് 14 ഇൻറ്റു 3 എന്ന് വരും. 14 ഇൻറ്റു 3 എത്രയാണ്? 4 3 12ന് 2 ബാലൻസ് 1, 1 3 3 1 4 42 എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 42 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ നമുക്ക് ഇവിടെ എക്സ് മൈനസ് വൈ എന്നുള്ളത് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇവിടെ 2 ആണ്. 1/2 ഈക്വൽ പാർട്ടിൻ്റെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ 4 ഇൻറ്റു 2 എന്താണ്? 8. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 എന്നും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 42 എന്നുള്ള 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. നമുക്ക് തന്നിട്ടുള്ള ഫാക്ട്സിൽ നിന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് ഇത് രണ്ടും. ഇതിൽ നിന്ന് നമ്മൾ എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് വൈ ഇല്ലേ ബാക്കിയുള്ള നമ്പേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇതിൽ നിന്നുള്ള ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി നമ്പേഴ്സ്. ഇതിൻ്റെ നമ്പേഴ്സ് അതായത് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 42ഉം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8ഉം. ഇത് രണ്ടുമാണ് നമ്മുടെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ 42, എക്സ് മൈനസ് വൈ 8. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇതിൽ നിന്നും എക്സും വൈയും ഫൈൻഡ് ദി നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 2 ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? അതായത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് വൈയും മൈനസ് വൈ എന്താണ്? ക്യാൻസൽ ആവും അല്ലേ? എക്സ് പ്ലസ് എക്സ് എന്താണ്? എക്സും 2x അല്ലേ? എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ് വൈ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് വരുമ്പോൾ ക്യാൻസൽ ആവും അല്ലേ? +1 -1 എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ അത് ക്യാൻസലായി. ദെൻ 42 + 8 എത്രയാണ്? 50. അപ്പോൾ എക്സ് ഈക്വൽ ടു 50. ഇവിടെ എന്താണ്? എക്സ് ഇവിടെ വെക്കുക അല്ലേ? 2 അങ്ങോട്ട് ഇൻറ്റു 2 ആണ്. അപ്പോൾ ഈക്വൽ പാർട്ടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ /2 എന്നാവും. 50/2 എത്രയാണ്? 25. 50ൻ്റെ നേർപകുതി എന്താണ്? 25 ആണ്. ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ /2 എന്നാവും. അപ്പോൾ നമുക്ക് എക്സ് കിട്ടുകയുള്ളൂ. ഈ എക്സിനെ മാത്രമേ ഇവിടെ വെക്കുക, നമ്പേഴ്സിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 50/2 25 എന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടാൻ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ എക്സിൻ്റെ നമുക്ക് കിട്ടിയ എക്സ് 25 എന്നുള്ളത് ഇതിലേതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ എന്നുള്ളതിൽ എക്സ് എന്താണ്?
എക്സ് 25 പ്ലസ് വൈ ഈക്വൽ ടു 42 അല്ലെ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 42 എന്നുള്ള നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ, നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. 25 അല്ലെ. എക്സ് 25 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ കിട്ടാൻ വൈനെ അവിടെ വെക്കുക, ബാക്കിയുള്ള നമ്പേഴ്സിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? 42. ഇവിടെ എന്താണ്? പ്ലസ് 25 ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇൻറ്റു ആണോ? അല്ല, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് 25 ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ആവും, മൈനസ് 25 ആവും. 42 25 പോയാൽ 17. അപ്പോൾ വൈ 17 എന്നും എക്സ് 25 എന്നും രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. വൈ 17 എന്നും എക്സ് 25 എന്നും കിട്ടി. ഏത് ഇക്വേഷനിൽ വേണമെങ്കിൽ നമ്മൾ ഒരു എക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് വൈ കിട്ടും. അപ്പോൾ ഈ ഫാക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 42, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 അല്ലെ. ഈ രണ്ട് ഇക്വേഷനാണ്. അതിൽ എക്സിൻ്റെയും വൈൻ്റെയും നമ്പേഴ്സ്, ഫൈൻഡ് ദി നമ്പേഴ്സ് അല്ലെ. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വൈൻ്റെ വാല്യൂ 17 എന്നും കിട്ടി. 6th question, sides of a rectangle are √2 + 1 and √2 - 1. Question A, find the approximate perimeter of the rectangle in 2 decimal places. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ? റെക്ടാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ പെരിമീറ്ററും കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 × സൈഡ് 1 + സൈഡ് 2 അല്ലെ. രണ്ട് സൈഡുകൾ തന്നിട്ടുണ്ട്, അത് രണ്ടും കൂടി കൂട്ടുക അല്ലെ. റെക്ടാങ്കിൾ ആണ്, 4 സൈഡ് ഉണ്ടാവും. അപ്പോൾ 2 × സൈഡ് 1 + സൈഡ് 2 ആണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണല്ലേ, ഒരു റെക്ടാങ്കിളിൻ്റെ ചുറ്റുമുള്ള അളവ് അല്ലേ. എല്ലാ സൈഡും കൂടി കൂട്ടുന്നതാണ്. അതായത് സൈഡുകളില്ലേ, 4 സൈഡുകൾ ഉണ്ടാവും. അതായത് രണ്ട് സൈഡ് ഇത് അല്ലേ, അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 സൈഡായില്ലേ. 2 × സൈഡ് 1 + സൈഡ് 2 എന്താണ്? ഏരിയ പറഞ്ഞാൽ ഉള്ളിലുള്ള അളവാണ് അല്ലേ. ഉള്ളിലുള്ള അളവാണ് ഏരിയ കാണാൻ. സൈഡ് × സൈഡാണ്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × സൈഡ് 1 + സൈഡ് 2. രണ്ട് സൈഡ്സ് ആണ് തന്നിട്ടുള്ള ഒരു റെക്ടാങ്കിളിൻ്റെ അല്ലേ. അപ്പോൾ 2 × സൈഡ് 1 എന്താണ്? √2 + 1 പ്ലസ് √2 - 1 ഇതാണ് രണ്ട് സൈഡുകൾ, രണ്ട് വശങ്ങൾ. അപ്പോൾ +1ഉം -1ഉം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ്. +1ഉം -1ഉം 0 ആണ്, ക്യാൻസലായി. ദെൻ ഇവിടെ 2 ഉണ്ട്. 2 × √2 + √2 എന്താണ് അല്ലേ? 2√2 അല്ലേ. രണ്ട് √2 ആഡ് ചെയ്യുക അല്ലേ. ഇൻറ്റു 2√2 ആണ്. 2√2 അല്ലേ. രണ്ട് √2 അല്ലേ ഇവിടെ ഉള്ളത്. 2√2 ഇവിടെയുള്ള ഈ 2. 2 × 2 എന്താണ്? 4√2 അല്ലേ. 2 × 2 4√2. നമുക്ക് ഡെസിമലിൽ ചോദിച്ചിട്ടുണ്ട് 2 ഡെസിമൽ പ്ലേസസ്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ √2ൻ്റെ വാല്യൂ എന്താണ് അല്ലേ? ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്കറിയാം 1.414 ആണ് അല്ലേ. അപ്പോൾ 4 × 1.414 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.656 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടും. 4 × 1.414 ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 5.656 സെൻറ്റിമീറ്റർ. ഒരു അപ്രോക്സിമേറ്റ് പെരിമീറ്റർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4√2 എഴുതിയാൽ ശരിയാണ്. ഇവിടെ ഇങ്ങനെ ഡെസിമൽ പ്ലേസിൽ ചോദിച്ചുകൊണ്ട് √2ൻ്റെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യണം. ഫസ്റ്റത്തെ ചോദ്യം അല്ലേ, എന്താണ് അപ്രോക്സിമേറ്റ് പെരിമീറ്റർ? 5.656 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഏരിയ, റെക്ടാങ്കിളിൻ്റെ ഏരിയ. ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താണ്? സൈഡ് × സൈഡാണ്. സൈഡ് രണ്ട് സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സൈഡ് × സൈഡ്, ഒരു സൈഡ് ഏതാണ്? √2 + 1 ഇൻറ്റു √2 - 1. ഇത് രണ്ടല്ല, രണ്ട് സൈഡ്സ്. ഈ സൈഡ്സ് ഇൻറ്റു ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. അതെന്താണ്? A + B × A - B ഫോമിലല്ലേ. A + B × A - B എന്താണ്? A² - B² അല്ലേ. A + B × A - B. ഇവിടെ ഏതാണ്? √2. B ഏതാണ്? 1 ആണല്ലേ. A + B × A - Bൻ്റെ ഇക്വേഷൻ അല്ലേ, അതിൻ്റെ ഫോർമുല എന്താണ്? A² - B²ക്ക് ഈക്വൽ ആണ്. അപ്പോൾ A² എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? √2 ആണ്. √2² എന്ന് പറയും. A² അല്ലേ. √2 അല്ലേ. A² - B². B² എന്താണ്? 1 ആണ്. നമുക്കറിയാം A + B × A - B A² - B² ആണ്. അപ്പോൾ A² - B², B 1². √2ൻ്റെ സ്ക്വയർ എന്താണ്? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവില്ല. √2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2 - 1ൻ്റെ സ്ക്വയർ എന്താണ്? 1 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. 1² സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ എന്ത് കിട്ടി? 1² സെൻറ്റിമീറ്റർ. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് x be a real number, modulus of x - 2 = 7. A question, what does this equation mean? ഇക്വേഷൻ എന്താണ് അർത്ഥമാക്കുന്നത് അല്ലേ? എക്സും 2ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അത് 7 ആണ്. അതിന് 7നോട് ഈക്വൽ ആണ്. അതായത് ഡിസ്റ്റൻസിൽ എക്സും 2ഉം ഇടയിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് 2 = 7. 7നോട് ഈക്വൽ ആണെന്നാണ് ഈ ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി നമ്പേഴ്സ് സാറ്റിസ്ഫൈയിങ് ദിസ് ഇക്വേഷൻ? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? അല്ലെ, ഈ മോഡുലസ് ഓഫ് x - 2ന് രണ്ട് വാല്യൂ ഉണ്ട്. അതായത് +x - 2 ഉണ്ട്, -x - 2 ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇതിൽ. x - 2 = 7 എന്നുള്ളതുകൊണ്ട് -x - 2 = 7 എന്നുള്ളതുണ്ട്.
അല്ലേ പ്ലസ് എക്സ് മൈനസ് ടു മൈനസ് എക്സ് മൈനസ് ടു 7 ആണ്. അപ്പോൾ 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ അല്ലേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എക്സ് ഈക്വൽ ടു അല്ലേ എക്സിനെ ഇവിടെ വെക്കുക, ബാക്കിയുള്ള നമ്പേഴ്സിനൊക്കെ ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഇവിടെ -2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും +2 ആവില്ലേ, സൈന് ചേഞ്ച് ആവും. ഇവിടെ +2 ആയിരുന്നെങ്കിൽ മൈനസ് ആവുമായിരുന്നു. ഇൻറ്റു ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ ഇൻറ്റു ആവും. അപ്പോൾ ഇവിടെ 7 ഇവിടെ ഉണ്ട്, -2 ഇങ്ങോട്ട് പോകുമ്പോൾ +2 ആവും. 7 + 2 9. എക്സ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഒന്ന് സെക്കൻഡ് മൈനസ് ഓഫ് എക്സ് മൈനസ് 2 അല്ലേ മൈനസ് ഓഫ് എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. -x മൈനസ് ഓഫ് -2 എന്താണ് മൈനസും മൈനസും +2 ആയി അല്ലേ. മൈനസ് ഓഫ് -2 +2 ഈക്വൽ ടു 7. അപ്പോൾ -x ഈക്വൽ ടു 7. ഇവിടെയുള്ള +2 ഇങ്ങോട്ട് പോകുമ്പോൾ -2 എന്നാവും. 7 - 2 5 അല്ലേ. മൈനസ് ഓഫ് എക്സ് ആണ് 5 അല്ലേ. അപ്പോൾ എക്സ് എന്തായിരിക്കും, എക്സ് -5 ആയിരിക്കും അല്ലേ. ഈ എക്സ് -x അങ്ങോട്ട് പോകുമ്പോൾ എക്സ് ആവും. 5 ഈക്വൽ പാർട്ടിൻ്റെ ഇങ്ങോട്ട് പോകുമ്പോൾ -5 ആവും അല്ലേ. മൈനസ് ഓഫ് എക്സ് ആണ് 5, എക്സ് എന്തായിരിക്കും -5 അല്ലേ. എക്സ് -5ഉം എക്സ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് എക്സിന് നമുക്ക് കിട്ടി. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചത്. ഡിസ്റ്റൻസ് എന്താണ് അല്ലേ, എക്സ് -2 അങ്ങനെയാണ് ഡിസ്റ്റൻസ് എഴുതുന്നത് അല്ലേ. അതായത് ഈ 2 നമ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസ് 9 മൈനസ് 2 വാല്യൂ ഉണ്ടല്ലേ -5ഉം. എക്സിൻ്റെ ഒരു വാല്യൂ 9 ആണ്, മൈനസ് വേറൊരു വാല്യൂ എന്താണ് -5 ആണ്. -5 ഈക്വൽ ടു 9 + 5 എന്നാവില്ലേ. മൈനസ് ഓഫ് -5 + 5 9 + 5 എന്താണ് 14 എന്ന് കിട്ടി. സി ക്വസ്റ്റ്യൻ്റെ ഉത്തരം അല്ലേ. ഈ റിയൽ നമ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് 14 അല്ലേ. ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ 14 എന്ന് കിട്ടി. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. 9ാം ക്ലാസ്സിൻ്റെ മാത്സ് എക്സാം ആവാറായി. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇനി എക്സാമിൻ്റെ മുന്നേ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കലുണ്ടാവില്ല. ഞാൻ ഇതുവരെ 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെയാണ് മാത്സ് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിളിലെ ആ മാത്സ് നിങ്ങളുടേത് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇനിയുള്ള സബ്ജക്ട്സിൻ്റെ ഒക്കെ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്.